ഈശോയിൽ പ്രിയപ്പെട്ടവരെ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കാരാഗ്രഹവും പീഡനങ്ങളുമാണ് എന്നെ കാത്തിരിക്കുന്നത് എന്ന് എല്ലാ നഗരത്തിലും പരിശുദ്ധാത്മാവ് എനിക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പൗലോസ് ശ്ലീഹ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ലഭിച്ചപ്പോൾ എഴുതിവെച്ച വാക്കുകളാണിത്. വീണ്ടും അപ്പസ്തോല പ്രവർത്തനം 20-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ഇങ്ങനെ കാണുന്നു: നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ദൈവത്തിന്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ സുഖകരമായ വഴികളിലൂടെ മാത്രം നയിക്കുന്നവനല്ല. പലപ്പോഴും കണ്ണു നിറയുന്ന ജീവിതാനുഭവങ്ങളിലൂടെയും അവിടുന്ന് കൈപിടിച്ചു നടത്തുന്നു. പൗലോസ് ശ്ലീഹായ്ക്ക് അറിയാമായിരുന്നു, മുന്നിൽ ബന്ധനങ്ങളുണ്ട്, വേദനകളുണ്ട്, ഏകാന്തതയുണ്ട്. എങ്കിലും ശ്ലീഹ ഭയപ്പെട്ടില്ല. കാരണം പൗലോസ് ശ്ലീഹായെ നയിച്ചിരുന്നത് മനുഷ്യരുടെ വാക്കുകളല്ല, പരിശുദ്ധാത്മാവിന്റെ ശബ്ദമായിരുന്നു. ജീവിതത്തിൽ ചില സമയങ്ങളിൽ നമുക്കും ഇങ്ങനെ തോന്നും: ഇനി മുൻപോട്ടെന്ത്? എന്തുകൊണ്ടാണ് ഇത്രമാത്രം വേദന എനിക്ക് ലഭിക്കുന്നത്? ദൈവമേ, നീ എനിക്കായിട്ട് തിരഞ്ഞെടുത്ത വഴി ഇതുതന്നെയാണോ? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റായി മാറണമെന്നില്ല. പക്ഷേ കൊടുങ്കാറ്റിനുള്ളിൽ തകരാതെയും പതറാതെയും നിൽക്കാൻ നമ്മെ ശക്തരാക്കുന്നു. പീഡനങ്ങളുടെ നടുവിൽ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. കണ്ണുനീരിലൂടെ പോലും ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയാൻ സഹായിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 20:28 പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമ്മെ ദൗത്യം ഏൽപ്പിക്കുന്ന ആത്മാവാണ്. അവിടുന്ന് നമ്മെ വിളിക്കുന്നു തളർന്നവരെ ആശ്വസിപ്പിക്കാൻ, വീണുപോയവരെ ഉയർത്താൻ, ദൈവത്തിന്റെ ജനത്തെ സ്നേഹത്തോടെ പരിപാലിക്കാൻ. ഒരു യഥാർത്ഥ അജപാലകന്റെ ഹൃദയം പലപ്പോഴും മുറിവുകളാൽ നിറഞ്ഞതായിരിക്കും. എന്നാലും അവൻ പിന്നോട്ടു പോകുന്നില്ല. കാരണം പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ഓർമ്മിപ്പിക്കുന്നു, ഈ ജനങ്ങൾ ദൈവം സ്വന്തം രക്തത്താൽ നേടിയെടുത്തവരാണ്. ഇന്നും പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു. ചിലപ്പോൾ മുന്നറിയിപ്പുകളായി, ചിലപ്പോൾ ആശ്വാസമായി, ചിലപ്പോൾ തിരുത്തലുകളായി, ചിലപ്പോൾ കണ്ണീരിനിടയിലെ ഒരു അദൃശ്യ ശക്തിയായി. നമ്മുടെ ജീവിത വഴി എത്ര ഇരുണ്ടതായാലും പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ നാം ഒരിക്കലും ഒറ്റപ്പെട്ടവരല്ല. കാരണം അവിടുന്ന് വഴികാട്ടി മാത്രമല്ല, മുറിവുകളിൽ എണ്ണ പുരട്ടുന്ന ആശ്വാസദായകനാണ്. തളരുന്ന ആത്മാവിനെ ഉയർത്തുന്ന ശക്തിയാണ്. കുരിശിന്റെ വഴിയിൽ കൈവിടാത്ത സ്നേഹമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ജീവിതത്തിൻ്റെ വേദനകളിലും സങ്കടങ്ങളിലും അങ്ങയെ പിരിയാതെ അങ്ങയുടെ കരം പിടിച്ച് നടക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങ് ഏൽപ്പിക്കുന്ന ദൗത്യത്തിൻ്റെ പിന്നിലുള്ള എല്ലാ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സന്തോഷത്തോടെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുത്ത ദൈവജനത്തെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. അഭിഷേകക്കാറ്റായി പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണം.